ഹായ് ഫ്രണ്ട്സ്, ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. LGS LDC ഡിഗ്രി ലെവൽ മത്സര പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. എക്സാമിന് മാത്രമല്ല, ഭാരതത്തിലെ പൗരന്മാരെന്നുള്ള നിലയിൽ നാം ഏവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരികയാണെങ്കിൽ ആർട്ടിക്കിള്, അമെൻമെന്റ്, പാർട്ട്, ഷെഡ്യൂൾ എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തലവേദനയാണ്. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്ന സബ്ജക്റ്റുകളിൽ ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അത് പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഈ സബ്ജക്റ്റിനോടുള്ള പേടി മാറ്റുക എന്നുള്ളതാണ്. നന്നായിട്ട് പഠിച്ചാൽ മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളൊരു സബ്ജക്റ്റിനെ പഠിക്കണമെങ്കിൽ ആ സബ്ജക്റ്റിനോടുള്ള പേടി മാറ്റിയിട്ട് ആ സബ്ജക്റ്റിനെ നമ്മൾ സ്നേഹിക്കുക. നമുക്ക് ഏത് സബ്ജക്റ്റിനാണോ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആ സബ്ജക്റ്റിൽ വേണം കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കാൻ. പല ആൾക്കാരും ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ കൂടുതൽ സമയം ഇരുന്ന് വീണ്ടും വീണ്ടും പഠിക്കുന്നത് കാണാം. പക്ഷെ ആ ഒരു രീതിയല്ല വേണ്ടത്. മത്സര പരീക്ഷകൾക്ക് ആ ഒരു രീതിയല്ല വേണ്ടത്, പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് എക്സാംസിന്. കാരണം ഒരിക്കലും നമുക്ക് ഒരു സബ്ജക്റ്റ് മാറ്റിയിട്ട് ബാക്കി സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ സ്കോർ ചെയ്യാം എന്ന് വിചാരിക്കരുത്. പകരം എല്ലാ സബ്ജക്റ്റിലും ഒരു ആവറേജ് മാർക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാം, ഇപ്പോൾ മത്സര പരീക്ഷകളുടെ കാലമാണ് വരാൻ പോകുന്നത്. പാവപ്പെട്ടവരുടെ IAS എന്നറിയപ്പെടുന്ന LDCയും അതുപോലെ യഥാർത്ഥ IASലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന KAS ഉൾപ്പെടെയുള്ള പരീക്ഷകൾ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, സിലബസ് വന്നതിന് ശേഷം, എക്സാം തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കരുത്. പകരം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല പഠിച്ചു തുടങ്ങേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ഗവൺമെന്റ് ജോലി വേണം എന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ പഠനം എന്ന് പറയുന്നത് നിരന്തരം നടന്നു പോകേണ്ട ഒരു പ്രോസസ്സാണ്. അത് എത്രത്തോളം നമുക്ക് ആത്മാർത്ഥമായിട്ട് എത്രയും സമയം നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ബാലി കയറാമലയായിട്ട് ഒന്നുമില്ല. പലരും പറയും നിങ്ങൾക്ക് പറ്റില്ല, അതല്ലെങ്കിൽ കുറെ നിയമന വളരെ കുറച്ച് വേക്കൻസിയെ കാണത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോകുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളരുത്. അതെല്ലാം ഇങ്ങനെ നടന്നു പോകും. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ലിസ്റ്റുകളിൽ ഉണ്ടാവും. നിങ്ങളുടെ ആഗ്രഹത്തിനും കഴിവിനും അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് നോക്കാം. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു പരീക്ഷയും നടത്താറില്ല, സാധാരണ പരീക്ഷകൾ. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പലതരത്തിലുള്ള അവകാശങ്ങളുണ്ട്, അല്ലേ? റൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, മനുഷ്യാവകാശങ്ങളുണ്ട്, അതുപോലെ ലീഗൽ റൈറ്റ്സ്, നിയമാവകാശങ്ങളുണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട്, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട്, മൗലികാവകാശങ്ങളും ഉണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? എന്താണ് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഭാഗമാക്കി തിരിച്ചുകൊണ്ട് ഭരണഘടനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തി പ്രത്യേക സ്റ്റാറ്റസ് അതിന് നൽകിയിരിക്കുന്നത്. അപ്പൊ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. നമ്മൾ സ്ഥിരമായിട്ട് PSC പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്, മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തത് എവിടുന്നാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് കടമെടുത്ത എവിടുന്നാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടമെടുത്ത എവിടുന്നാണ്? റിട്ടുകൾ കടമെടുത്തത് എവിടുന്നാണ്? ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തത് എവിടുന്നാണ്? പാർലമെന്ററി സിസ്റ്റം കടമെടുത്ത എവിടുന്നാണ്? ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തത് USA നിന്നാണ്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങൾ കടമെടുത്തത്. അമേരിക്കയിൽ 1789 നിലവിൽ വന്ന അമേരിക്കൻ ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്തു? മൗലികാവകാശങ്ങൾ കടമെടുത്തത്. എന്നാൽ 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരുന്നില്ല.
എന്നാൽ ആദ്യത്തെ 10 അമെൻമെന്റ്സ് വഴിയായിട്ടാണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്തത്, ഈ നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ എന്ത് ചെയ്ത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ആ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തത്. ഓക്കെ, മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറണം എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാർ അത് എന്ത് ചെയ്യില്ല, അംഗീകരിച്ചില്ല. പകരം അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളെ വെല്ലുവിളിച്ചു. എന്താണ്, നിങ്ങൾക്ക് അധികാരം കൈമാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഒരു ഭരണഘടന നിങ്ങൾ എഴുതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ബ്രിട്ടീഷ് ചലഞ്ചർ ടു ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് എന്താണ്, നമുക്ക് അധികാരം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളൊരു ഭരണഘടന എന്ത് ചെയ്യണം, നമ്മൾ തന്നെ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ചലഞ്ച് വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുകയും ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ആ കമ്മിറ്റി ഉണ്ടാക്കിയതാണ് ഏത്, നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടായിരുന്നു ഏത്, നെഹ്റു റിപ്പോർട്ട് 1928. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ അച്ഛനും മകനും ഇതിലെ അംഗങ്ങളായിരുന്നു. അപ്പൊ അച്ഛൻ എന്ന് പറയുന്നത് ആരാണ്, മോത്തിലാൽ നെഹ്റു ആണ് ഇതിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നെഹ്റു കമ്മിറ്റിയുടെ പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു, നെഹ്റു കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇവരെ കൂടാതെ വേറെ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള 9 അംഗങ്ങളും ഈ നെഹ്റു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ആദ്യത്തെ ശ്രമം, ഇന്ത്യക്കാരുടെ ആദ്യത്തെ ശ്രമം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഹ്റു റിപ്പോർട്ടാണ്. നെഹ്റു റിപ്പോർട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തു വരുന്നത്. ഈ നെഹ്റു റിപ്പോർട്ടില് 19 മൗലികാവകാശങ്ങളെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. 19 മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് എന്താണ് ഈ നെഹ്റു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നെഹ്റു റിപ്പോർട്ട് എന്ത് ചെയ്തില്ല, അത് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ തുടർന്ന് ഇതെന്ത് ചെയ്തില്ല, നിലവിൽ വന്നില്ല. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നെഹ്റു റിപ്പോർട്ടായിരുന്നു എന്താണ് ഈ 19 മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ നെഹ്റു റിപ്പോർട്ടാണ് എന്താണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ആദ്യത്തെ ശ്രമം എന്ന് പറയുന്ന ഈ നെഹ്റു റിപ്പോർട്ടായിരുന്നു. ഓക്കെ, ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്, മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് പട്ടേലിനെയാണ്. ആരാണ്, സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതോ, അത് സുപ്രീം കോടതിയെയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. അല്ലെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയെയാണ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഏത്, മദ്രാസ് സെഷൻ. മദ്രാസ് സമ്മേളനമായിരുന്നു മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത്. ഏത് വർഷമാണ് മദ്രാസ് സെഷൻ, 1927 മദ്രാസ് സെഷൻ. ഓക്കെ, ഈ മദ്രാസ് സെഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു, മദ്രാസ് സെഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് MA അൻസാരി ആയിരുന്നു. മദ്രാസ് സെഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു, MA അൻസാരി ആയിരുന്നു. 1927 മദ്രാസ് കോൺഗ്രസ് സെഷൻ. അതിലാണ് മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തതും ഈ മദ്രാസ് സെഷനിലായിരുന്നു. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തതും ഈ മദ്രാസ് സെഷനിലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചത്, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ അപാകതകൾ പരിഹരിച്ച് ഇന്ത്യയുടെ ഭരണം അല്ലെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. ആ സൈമൺ കമ്മീഷനെ നമ്മൾ അംഗീകരിച്ചില്ല. കാരണം എന്തായിരുന്നു, ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഓൾ വൈറ്റ് കമ്മീഷൻ ആയിരുന്നു. ഒരു ഇന്ത്യക്കാരൻ പോലും ഈ സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തില്ല, സൈമൺ കമ്മീഷനെ അംഗീകരിച്ചില്ല. അപ്പോഴാണ് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, അതിന് പകരമായിട്ട് നമ്മൾ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെഹ്റു കമ്മിറ്റി എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഈ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തത് ഈ മദ്രാസ് സെഷനിലായിരുന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു, MA അൻസാരി ആയിരുന്നു മദ്രാസ് സെഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങളെ കുറിച്ച് ആദ്യമായിട്ടൊരു പ്രമേയം കോൺഗ്രസ് പാസാക്കിയ സമ്മേളനം ഏതായിരുന്നു എന്ന് ചോദിക്കും. അത് ഏത് സമ്മേളനമാണ്, മൗലികാവകാശങ്ങളെ കുറിച്ച് ഒരു പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം, ആദ്യമായിട്ടൊരു പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സെഷൻ ആയിരുന്നു. കറാച്ചി സെഷനാണ് അല്ലെ, 1931 കറാച്ചി സെഷനിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് ഒരു പ്രമേയം പാസാക്കുന്നത്. ഈ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനും ആരായിരുന്നു, അധ്യക്ഷനും പട്ടേലായിരുന്നു അല്ലെ. ഈ കറാച്ചി സെഷന്റെ അധ്യക്ഷനും പട്ടേലായിരുന്നു. അതുകൊണ്ട് കൂടെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ചൊരു പ്രമേയം ആദ്യമായിട്ട് പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സെഷനാണ്. ഈ മൗലികാവകാശങ്ങളെ കുറിച്ച് കറാച്ചി സെഷനിൽ പാസാക്കിയ
പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി അവതരിപ്പിച്ചതാരായിരുന്നു എന്ന് ചോദിക്കും. അതാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് ആ കരട് തയ്യാറാക്കി അവതരിപ്പിച്ചത്. എന്താണ്? റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പോളിസി എന്നായിരുന്നു ആ പ്രമേയത്തിന്റെ പേര്. അത് അവതരിപ്പിച്ചത് ആരായിരുന്നു? നെഹ്റു ആണ് ഇതെന്ത് ചെയ്ത് തയ്യാറാക്കി അവതരിപ്പിച്ചത്. ഓക്കെ, റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പോളിസി എന്നുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു ഏത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏത്? കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ്. ഓക്കെ, കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് എന്നായിരുന്നു ആ കമ്മിറ്റിയുടെ മുഴുവൻ പേര്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? പട്ടേൽ ആയിരുന്നു. ആ കമ്മിറ്റിയുടെയും അധ്യക്ഷൻ പട്ടേൽ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു സബ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. JB കൃപലാനി ആയിരുന്നു ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, JB കൃപലാനി ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയുള്ള സബ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ചെയർമാൻ ആരായിരുന്നു? കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. സബ് കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? JB കൃപലാനി ആയിരുന്നു. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സബ് കമ്മിറ്റി ഓൺ മൈനോറിറ്റീസിന്റെ ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയില് സബ് കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ് എന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അത് HC മുഖർജി ആയിരുന്നു. HC മുഖർജി ആയിരുന്നു. അപ്പോൾ സബ് കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് JB കൃപലാനി, സബ് കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ് ആരായിരുന്നു? HC മുഖർജി ആയിരുന്നു. ഓക്കെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാലും അതാരാണ്? HC മുഖർജിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്. ഓക്കെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഈ മാഗ്ന കാർട്ട? മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ 1215 ഇംഗ്ലണ്ടിലെ റണ്ണിമേഡ് മൈതാനത്തിൽ ജോൺ രാജാവ് സൈൻ ചെയ്ത ഒരു അവകാശ പ്രഖ്യാപനമായിരുന്നു ഏത്? ഈ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന പൗരന്മാരുടെ അവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഈ മാഗ്ന കാർട്ട. ഓക്കെ, 1215 ഇംഗ്ലണ്ടിലെ റണ്ണിമേഡ് ഗ്രൗണ്ടിലാണ് ഈ മാഗ്ന കാർട്ട സൈൻ ചെയ്യുന്നത്. ഈ മാഗ്ന കാർട്ടയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റ് ചാർട്ടർ എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രേറ്റ് ചാർട്ടർ. ഓക്കെ, മാഗ്ന കാർട്ട എന്നതിന്റെ മീനിങ് എന്താണ്? ഗ്രേറ്റ് ചാർട്ടർ. ഇത് ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഈ മാഗ്ന കാർട്ട എന്നുള്ള വേർഡ് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് ഈ മാഗ്ന കാർട്ട എന്നുള്ള വേർഡ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ജോൺ സെക്കൻഡ് ആണ് അത് സൈൻ ചെയ്തത് 1215. എവിടെയാണ്? റണ്ണിമേഡ് ഗ്രൗണ്ടിലാണ്. അതെവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. മാഗ്ന കാർട്ടയുടെ അർത്ഥം എന്താണ്? ഗ്രേറ്റ് ചാർട്ടർ എന്നാണ്. അത് ഏത് ലാംഗ്വേജിൽ നിന്നാണ്? ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്. എന്നാൽ മാഗ്ന കാർട്ട ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? 1858 ക്യൂൻസ് പ്രൊക്ലമേഷനെയാണ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെയാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെയാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. മാഗ്ന കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നറിയപ്പെടുന്നതും
ഏതാണ്? ടെംപ്ലൻറ്ററി പ്രൊക്ലമേഷനെയാണ്, ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഏത് രാജാവ്? ചിത്തിരത്തിരുന്നാൾ മഹാരാജാവ് അല്ലെ. ഇനി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? 1854 വുഡ്സ് ഡെസ്പാച്ചിനെയാണ്, ചാൾസ് വുഡിന്റെ ഡെസ്പാച്ചിനെയാണ് എന്താണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആണിക്കല്ല്, കീ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്. ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്. ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32വിനെയാണ്. ആർട്ടിക്കിൾ 32വിനെയാണ് ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിളിച്ചതാരാണ്? ആർട്ടിക്കിൾ 32വിനെ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. എന്നാൽ ക്യാബിനറ്റ് ആർച്ചിലെ കീ സ്റ്റോൺ ഓഫ് ക്യാബിനറ്റ് ആർച്ച് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയെയാണ്. ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയെയാണ്. ഓക്കെ. ഇനി സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്ന് വിളിക്കുന്നതും എന്തിനെയാണ്? മൗലികാവകാശങ്ങളെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു, ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നു. ഇതെല്ലാം എന്തിനെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിസിയബിൾ ആണ് എന്നാണ്. ജസ്റ്റിസിയബിൾ എന്നാണ്. ജസ്റ്റിസിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് മൗലികാവകാശങ്ങൾ. ഓക്കെ. കഴിഞ്ഞ LDC പരീക്ഷയ്ക്കും ചോദിച്ചതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഏതാണ്? ന്യായവാദത്തിന് അർഹമാണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ. എന്ന് വെച്ചാൽ ജസ്റ്റിസിയബിൾ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെ? കോടതിയിൽ പോയിട്ട്. ഇപ്പോൾ അത് എന്താണ്? നമ്മുടെ പ്രിയാമ്പിള് ജസ്റ്റിസിയബിൾ ആണോ നോൺ ജസ്റ്റിസിയബിൾ ആണോ? പ്രിയാമ്പിള് നോൺ ജസ്റ്റിസിയബിൾ ആണ്, അതായത് ന്യായവാദത്തിന് അർഹമല്ല. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ജസ്റ്റിസിയബിൾ ആണോ നോൺ ജസ്റ്റിസിയബിൾ ആണോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിസിയബിൾ ആണ്, അത് ന്യായവാദത്തിന് അർഹമല്ല. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിസിയബിൾ ആണോ നോൺ ജസ്റ്റിസിയബിൾ ആണോ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നോൺ ജസ്റ്റിസിയബിൾ ആണ്, അതായത് ന്യായവാദത്തിന് അർഹമല്ല. അപ്പോൾ ഇതൊന്നും എന്താണ്? പ്രിയാമ്പിള് നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നമുക്ക് എന്താണ്? കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല. എന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ന്യായവാദത്തിന് അർഹമാണ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അതുപോലെ തന്നെ അബ്സല്യൂട്ട് ആണോ നോൺ അബ്സല്യൂട്ട് ആണോ എന്ന് ചോദിക്കും. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിതമാണോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് അല്ല. പൊതുവിൽ പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് അല്ല. സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് മീൻസ് എന്ത് ചെയ്യാം? പാർലമെന്റിന് എന്ത് ചെയ്യാം? അതിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പാർലമെന്റിന് അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അബ്സല്യൂട്ട് അല്ല. പാർലമെന്റിന് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്, പക്ഷെ അതിൽ ബേസിക് സ്ട്രക്ചർ ഒന്നും മാറ്റാതെ എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ അത് അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമാണോ അല്ലയോ? ന്യായവാദത്തിന് അർഹമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പോസിറ്റീവ് റൈറ്റ്സ് ആണോ നെഗറ്റീവ് റൈറ്റ്സ് ആണോ എന്ന് ചോദിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സ് പോസിറ്റീവ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവും ആണ്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് പോസിറ്റീവും ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവും ആണ്. അതുപോലെ തന്നെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണോ? ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണോ അതോ വിദേശികൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നമ്മൾ വിചാരിക്കും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നതല്ലേ, ഇന്ത്യൻ പൗരന്മാർക്കല്ലേ ആ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല വിദേശികൾക്കും നമ്മുടെ ഭരണഘടനയിലുള്ള ചില മൗലികാവകാശങ്ങൾ എന്താണ് ലഭിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പിന്നീട് പഠിക്കും. അത് ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് റിസർവ്ഡ് ഓൺലി ഫോർ ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, എന്നാൽ മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്തു? വിദേശികൾക്ക് എക്സെപ്റ്റ് എനിമി എലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ എന്താണ് പൗരന്മാർക്ക് അത് ലഭിക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണെങ്കിൽ എന്ത് ചെയ്യില്ല? ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആ രാജ്യത്തെ പൗരന്മാർക്ക് അത് കിട്ടത്തില്ല. ഓക്കെ. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വിദേശികൾക്കും എന്താണ് ലഭ്യമാകും. എന്നാൽ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിസർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കും, അബ്സല്യൂട്ട് ആണോ നോൺ അബ്സല്യൂട്ട് ആണോ എന്ന് ചോദിക്കും, ജസ്റ്റിസിയബിൾ ആണോ നോൺ ജസ്റ്റിസിയബിൾ ആണോ എന്ന് ചോദിക്കും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ അതുപോലെ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്കെതിരെയാണ് ഇത് നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പൗരന്മാർക്ക് ആർക്കെതിരെ, സ്റ്റേറ്റിനെതിരെ എന്താണ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് വയലേറ്റ് ചെയ്താൽ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കോടതിയിൽ പോയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനാണ് നമുക്ക് ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ സാധാരണയായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇങ്ങനെ ചോദിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് പേഴ്സൺസിന് എഗെയിൻസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അത് സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ അത് പ്രൈവറ്റ് പേഴ്സണും എതിരായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൈവറ്റ് പേഴ്സണെതിരായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിൽ എന്താ ചെയ്യാൻ പറ്റില്ല, അതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അവസാനം നമുക്ക് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചതിന് ശേഷം, നമുക്ക് എന്താണെന്ന് പഠിച്ചതിന് ശേഷം, ഓരോ ഫണ്ടമെന്റൽ റൈറ്റും എന്താണെന്ന് പഠിച്ചതിന് ശേഷം ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അങ്ങനെ വരുന്നത് എന്ന്, എക്സെപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ ജസ്റ്റിസിയബിൾ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ കോടതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഇനി മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണുള്ളത്, എത്ര മൗലികാവകാശങ്ങളാണ് നമുക്ക് എന്ത് ചെയ്തത്, ഭരണഘടന ഉറപ്പ് നൽകുന്നത്? എത്രയാണ്? 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. ഓക്കെ, എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നു? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി കുറഞ്ഞു. എങ്ങനെ? സ്വത്തവകാശം ഇപ്പോൾ ഒരു ഡാഷ് ആണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ്, ഒരു ലീഗൽ റൈറ്റ് ആണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഓൾ ദ എബവ് എന്ന് ചോദിച്ചാൽ എന്തെഴുതും നിങ്ങൾ? ഇങ്ങനെ ചോദിച്ചാൽ സ്വത്തവകാശം ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഓക്കെ, ഇപ്പോ നമ്മുടെ സ്വത്തവകാശം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. നേരത്തെ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. നേരത്തെ അത് എന്തായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഈ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സ്വത്തവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് എന്നും പറയാം. ഏതാണ്? ലീഗൽ റൈറ്റ്. എന്തുകൊണ്ടാണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ലീഗൽ റൈറ്റും തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് തിരഞ്ഞെടുത്തത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അവിടെ ഇല്ല എങ്കിൽ അവിടെ ലീഗൽ റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ, തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇത് രണ്ടും എന്താണ്, ആൻസർ ശരിയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ രണ്ടും ചിലപ്പോൾ സെയിം ആയിട്ടുള്ള ആൻസർ ഉണ്ടാകാം ഓപ്ഷനിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ആൻസർ വേണം, എന്ത് ചെയ്യുക, ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ആണ് ലീഗൽ റൈറ്റും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ആക്ട് വഴിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തതാണെങ്കിലും അതെന്താണ്, അത് ലീഗൽ റൈറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതും ലീഗൽ റൈറ്റ് ആണ്, വേറെ ഏതെങ്കിലും ആക്ട് മുഖേന്ദ്രം വന്നാൽ അതും ലീഗൽ റൈറ്റ് ആണ്. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വത്തവകാശം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് ആണ്. നമുക്ക് 7 മൗലികാവകാശങ്ങളിൽ ഒരു അവകാശമായിരുന്നു സ്വത്തവകാശം. അത് 1978 എന്ത് ചെയ്തു, എത്രാമത്തെ ഭേദഗതി വഴി, 44ാമത്തെ അമെൻമെന്റ് വഴി എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി ഈ സ്വത്തവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്. അപ്പോൾ നേരത്തെ അത് ഏത് പാർട്ടിലായിരുന്നു? പാർട്ട് 3-ലായിരുന്നു. ഇപ്പോൾ അത് പാർട്ട് 12-ലാണ്. നേരത്തെ ആർട്ടിക്കിൾ എത്രയിലായിരുന്നു? നേരത്തെ ആർട്ടിക്കിൾ 31-ലായിരുന്നു. ഇപ്പോൾ അത് 300A-ലാണ്. ഈ സ്വത്തവകാശം ഇപ്പോൾ 300A-ലാണ് പ്രതിപാദിക്കുന്നത്, സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗലികാവകാശങ്ങളുടെ എണ്ണം 6 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലികാവകാശമായിരുന്നു. അത് 1978-ലെ 44ാം ഭരണഘടനാ ഭേദഗതി വഴിയായിട്ട് സ്വത്തവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അത് ഇപ്പോൾ അത് സ്വത്തവകാശം എന്താണ്, മൗലികാവകാശമല്ല, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ ഒരു ലീഗൽ റൈറ്റ് ആണ്. ഓക്കെ, അത് നേരത്തെ പാർട്ട് 3-ലായിരുന്നു, ആർട്ടിക്കിൾ 31-ലായിരുന്നു. ഇപ്പോൾ അത് പാർട്ട് 12-ലാണ്, ആർട്ടിക്കിൾ 300A-ലാണ്. എന്തിനാണ് ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റി? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ റോഡ് വേണം, പാലം വേണം, അല്ലേ,
കുളം വേണം, ഡാം വേണം, ഇതൊക്കെ വേണ്ടേ, നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ വേണ്ടേ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്ഥലമൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, നേരെ അത് ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകും. അപ്പൊ സുപ്രീം കോടതിയിൽ മൗലികാവകാശം, സ്വത്തവകാശം മൗലികാവകാശം ആയതുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത് ആരുടെ ചുമതലയാണ്? സുപ്രീം കോടതിയുടെ ചുമതലയാണ്. കാരണം സുപ്രീം കോടതിയെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷകൻ എന്നല്ലേ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് അതൊരു വിഘാതമായി നിന്ന സമയത്താണ് എന്ത് ചെയ്തു, ഫണ്ടമെന്റൽ റൈറ്റിനെ എടുത്ത് മാറ്റിയിട്ട് അതിനൊരു സാധാരണ ഒരു നിയമാവകാശമായിട്ട് എന്ത് ചെയ്തു, മാറ്റി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റും നിയമാവകാശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ നേരിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം. പിന്നെ എന്നാൽ ഒരു നിയമാവകാശത്തിന്റെ ലംഘനം ഉണ്ടായാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിലൊന്നും പോകാൻ പറ്റില്ല, ആദ്യം താഴെ കോടതിയിൽ പോകണം. അതൊരു സിവിൽ കേസായിട്ട് എന്ത് ചെയ്യും, അങ്ങ് പോകത്തേ ഉള്ളൂ, ഒരു നിയമാവകാശമായിട്ട് അല്ലേ. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തില്ല, അതിന്റെ പരിഹാരം നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. എങ്കിലും ഒരു പൗരന്മാരുടെ സ്വത്തൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അല്ലെങ്കിൽ പൊതു നന്മയ്ക്കാണെങ്കിൽ മാത്രമേ ഒരാളുടെ സ്വത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേറ്റിന് അത് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, മാത്രമല്ല അയാൾക്ക് അർഹമായ കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം. അപ്പൊ ഈ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വർഷം 1978 ആണ്. ആരാണ് നീക്കം ചെയ്തത്? നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മൊറാർജി ദേശായി ആണ് എന്ത് ചെയ്തു, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അമെൻമെന്റ് ഏതാണ്? 44th അമെൻമെന്റ് ആണ് അല്ലെ, 1978. ഓക്കെ, അപ്പോ മൊറാർജി ദേശായി ആണ് എന്ത് ചെയ്തത്, പ്രധാനമന്ത്രി ആയിരുന്ന ഏത് ഗവൺമെന്റ്? ജനതാ ഗവൺമെന്റ് അല്ലെ. ജനതാ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്തത്, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കിയത്. ജനതാ ഗവൺമെന്റ് ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. അപ്പോൾ മൊറാർജി ദേശായിയുടെ കാലത്താണ് എന്ത് ചെയ്തു, സ്വത്തവകാശത്തെ നീക്കം ചെയ്തത്. അപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു രാഷ്ട്രപതി ആയിരുന്നത്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 3യിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, പാർട്ട് 3യില് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. പാർട്ട് 3യില് 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പാർട്ട് 3യിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇതിനെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് എല്ലാം പാർട്ട് 3 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. പാർട്ട് 1 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 1 പ്രതിപാദിക്കുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. യൂണിയനും അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് അല്ല, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, യൂണിയനും ഭൂവിഭാഗങ്ങളും അല്ലെ. അതിനെയാണ് നമ്മൾ പാർട്ട് 1ല് ആർട്ടിക്കിൾ 1 to 4 ആണ് പാർട്ട് 1 അല്ലെ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഇനി പാർട്ട് 2 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? സിറ്റിസൺഷിപ്പ്, പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലെ. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളാണ് എന്ത് ചെയ്യുന്നത്, പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർട്ട് 3 എന്ന് പറയുന്നത് എന്താണ്? അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, 12 മുതൽ 35 വരെയാണ്. ഇനി പാർട്ട് 4 ആണെങ്കിലോ, പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്, 36 മുതൽ 51 വരെയാണ്. ഇനി പാർട്ട് 4A എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാർട്ട് 3യില് 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എത്ര മൗലികാവകാശങ്ങളാണ്? മൗലികാവകാശങ്ങൾ നമുക്ക് 6 എണ്ണമാണുള്ളത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് മൗലികാവകാശങ്ങളെന്ന് നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ് മൗലികാവകാശങ്ങളെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, 6 തരത്തിലുള്ള 6 മൗലികാവകാശങ്ങളല്ല, പകരം 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് നമുക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നത്. 6 categories of fundamental rights. ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ എത്രയാണ്? സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 14 മുതൽ 18 വരെയാണ്. 14 മുതൽ 18 വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു 12 മുതൽ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ 12, 13 എന്താണ്? അത് നമുക്ക് പഠിക്കാം. 12 എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ദ വേർഡ് സ്റ്റേറ്റ്. 13 എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 13. ഓക്കെ, നമുക്കത് പഠിക്കാം. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. 14 മുതൽ 18 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. അടുത്ത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്.
അടുത്ത ചൂഷണത്തിനുള്ള അവകാശം. ചൂഷണത്തിനുള്ള അവകാശമാണോ? ചൂഷണത്തിനുള്ള അവകാശമല്ല, ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശം, എതിരെയുള്ള അവകാശം എത്രയാണ്? 23, 24. 23ഉം 24ലുമാണ്. ആർട്ടിക്കിൾ 23, 24ലാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രയാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29ഉം 30ഉമാണ് മൗലികാവകാശങ്ങളായിട്ടുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എത്രയാണ്? 32ആണ്, 32 ആണ്. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കുക, സമത്വത്തിനുള്ള അവകാശം 14, 18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19, 22, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29, 30, അതുപോലെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32. ഇങ്ങനെ 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ട് നൽകിയിരിക്കുന്ന മൗലികാവകാശം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ട് നൽകിയിരിക്കുന്ന മൗലികാവകാശം ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല യഥാർത്ഥത്തിൽ. എന്നാൽ PSC ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ട് നൽകിയിരിക്കുന്നത്. അവരുടെ കൾച്ചർ, ലിപി, ലാംഗ്വേജ് ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു? നൽകിയിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോക്കും, ആർട്ടിക്കിൾ 30 കഴിഞ്ഞാൽ പിന്നെ 32ആണ്. 31 എവിടെ പോയി? അത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? എവിടെയാണ്? സ്വത്തവകാശം. ഇവിടെയായിരുന്നു സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. പക്ഷെ അതിപ്പോ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിലില്ല. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. 6 തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു കോഡ് പറഞ്ഞുതരാം, എളുപ്പവഴി പറഞ്ഞുതരാം. ഒരു മന്ത്രം പോലെ പഠിച്ചു വെക്കുക. സസ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി. സസ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി. ഏതാണ്? സസ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി. ഒന്നുകൂടെ പറഞ്ഞേ. സസ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി. സസ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞേ. സസ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? സസ്വാതന്ത്ര്യ ചൂഷണേ, സ്വാതന്ത്ര്യ ചൂഷണേ മത സംസ്കാര പ്രതിവിധി. സസ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി. ഇതൊരു മന്ത്രം പോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. സസ്വാതന്ത്ര്യ ചൂഷണേ. സമത്വത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചൂഷണേ, ചൂഷണത്തിനെതിരായ അവകാശം. ചൂഷണത്തിനുള്ള അല്ല, ചൂഷണത്തിനെതിരായ അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. പ്രതിവിധി, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശം. പ്രതിവിധിക്കുള്ള അവകാശം അല്ലേ? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അപ്പോൾ സ്വാതന്ത്ര്യ ചൂഷണേ മതസംസ്കാര പ്രതിവിധി. ഈ ഒരു മന്ത്രം പോലെ നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ നമ്മുടെ ഭരണഘടനയിലെ 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ദെൻ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ 12, 13 നമ്മൾ പഠിച്ചില്ല. എന്താണ് 12 എന്ന് പറയുന്നത്? ദ ഡെഫിനിഷൻ ഓഫ് ദ വേർഡ് സ്റ്റേറ്റ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതല്ല, വേർഡ് സ്റ്റേറ്റ്. ഓക്കെ. ഡെഫിനിഷൻ ഓഫ് ദ വേർഡ് സ്റ്റേറ്റ്. ഇതാണ് ഏത്? ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഡെഫിനിഷൻ ഓഫ് ദ വേർഡ് സ്റ്റേറ്റ് നമ്മൾ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനെതിരായിട്ടുള്ളതാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ?
സ്റ്റേറ്റിന് എതിരായിട്ടുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പൗരന്മാർക്ക് ലഭിക്കേണ്ടതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആര് വയലേറ്റ് ചെയ്താലാണ്? സ്റ്റേറ്റ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിനുള്ള അത് എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള റൈറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ 32 അനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ആരാണെന്ന് അറിഞ്ഞാലല്ലേ ഇത് എന്താണ് അവർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുപ്രീം കോടതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. സ്റ്റേറ്റ് ആരാണെന്ന് അറിയണ്ടേ? സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ പോകണമെങ്കിൽ സ്റ്റേറ്റ് ആരാണെന്ന് അറിയണം. കാരണം നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്തത് സ്റ്റേറ്റ് ആണ്. അപ്പം നിങ്ങൾ സ്റ്റേറ്റ് ആണോ? ഞാൻ സ്റ്റേറ്റ് ആണോ? ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ സ്റ്റേറ്റ് ആണോ? ഇവിടുത്തെ SHO സ്റ്റേഷനിലെ SHO സ്റ്റേറ്റ് ആണോ? ഇതൊക്കെ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇത് മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ ഡെഫിനിഷൻ കൊടുക്കുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനും എന്താണ് ഈ അതിലും സ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോൾ ഡെഫിനിഷൻ ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. ആർട്ടിക്കിൾ 12 അനുസരിച്ച് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റും പാർലമെന്റ് ഓഫ് ഇന്ത്യയും ഈ ഡെഫിനിഷന്റെ കീഴിൽ വരും, സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷന്റെ കീഴിൽ വരും. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഗവൺമെന്റ്സ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ സംസ്ഥാനങ്ങളിലുള്ള ഗവൺമെന്റും കേന്ദ്രത്തിലുള്ള ഗവൺമെന്റും സംസ്ഥാനങ്ങളിലുള്ള എന്താണ് നിയമനിർമ്മാണ സഭകളും അതുപോലെ പാർലമെന്റിനും എന്ത് ചെയ്യുക, സ്റ്റേറ്റിന്റെ പരിധിയിൽ വരികയാണ്. അതുപോലെ തന്നെ എന്താണ് ആൾ ലോക്കൽ ഓർ അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പാർലമെന്റും വരും, സംസ്ഥാന ഗവൺമെന്റുകളും സംസ്ഥാന അസംബ്ലി നിയമനിർമ്മാണ സഭകളും വരും. അതുപോലെ ഓൾ ലോക്കൽ ഓർ അതർ അതോറിറ്റീസ്, എല്ലാ ലോക്കൽ അതോറിറ്റീസും അതർ അതോറിറ്റീസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ വരുന്ന എല്ലാ അതോറിറ്റീസും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ വരുന്ന അതോറിറ്റീസ് എല്ലാം എന്താണ് ഒരു സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SHO വരും, ഒരു വില്ലേജ് ഓഫീസർ വരും, വില്ലേജ് ഓഫീസ് വരും, അതുപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ വരും. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ വരുന്ന അധികാര സ്ഥാനങ്ങളെല്ലാം സ്റ്റേറ്റ് എന്ന പരിധിക്കുള്ളിൽ വരുന്നുണ്ട്. ഇവരാരെങ്കിലും ഒരാളിന്റെ നമ്മുടെ ഇപ്പം നമ്മൾ പോകുന്ന സമയത്തൊക്കെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വെക്കും, അങ്ങോട്ട് സഞ്ചാരം എന്താണ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എന്താണ് തടസ്സമായിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതിലെല്ലാം തന്നെ എന്താണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് റൈറ്റ് അല്ല, ഇതിന് വേണമെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് പാർലമെന്റിന് എന്ത് ചെയ്യും, കഴിയും. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒഴികെ മറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അത് റദ്ദ് ചെയ്യാൻ, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 12 എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അടുത്ത ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്നത്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പരോക്ഷമായിട്ട് ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? അത് ആർട്ടിക്കിൾ 13 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അതൊരു വളരെ ബേസിക് ആയിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. രാജ്യത്ത് പല പല നിയമങ്ങളൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാക്കും. അപ്പോൾ മൗലികാവകാശങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു നിയമം മറ്റൊരു നിയമം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതുപോലെ തന്നെ ഒരു പൊരുത്തക്കേടുണ്ടായാൽ, മൗലികാവകാശങ്ങളും മറ്റു നിയമങ്ങളും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടായാൽ ഏതാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അത് എന്താണ്, അത് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നിയമം മൗലികാവകാശങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റോ ഒരു പൊരുത്തക്കേടോ ഉണ്ടായാൽ മൗലികാവകാശങ്ങളാണ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 13 അടിസ്ഥാനം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂവിന്റെ ആർട്ടിക്കിൾ പരോക്ഷമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഏത്, ജുഡീഷ്യൽ റിവ്യൂ വരുന്നതാണ് ആർട്ടിക്കിൾ 13. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭകൾ അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്.
അത് ആർട്ടിക്കിൾ 30 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആർട്ടിക്കിൾ 32 ഒക്കെ ഇതിന്റെ ഒരു എന്താണ് ഘടകങ്ങളാണ്. ഈ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത്? ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ എടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എടുത്തത് എവിടെ നിന്നാണ്? അത് അമേരിക്കയിൽ നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്ത് എവിടെ നിന്നാണ്? അതും അമേരിക്കയിൽ നിന്നാണ്. മറന്നു പോകരുത് അല്ലെ. ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ കടമെടുത്ത് എവിടെ നിന്നാണ്? USA നിന്നാണ്. ഓക്കെ. ദെൻ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ഏത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 14 കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്നാണ്. അതായത് നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ, അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കണം. അങ്ങനെ 2 കൺസെപ്റ്റിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. 2 കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അല്ലെ. ഒന്നാമത്തത് ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. ഓക്കെ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് പറഞ്ഞാലോ അത് ഒരു പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്. ഓക്കെ. ഇക്വാലിറ്റി ബിഫോർ ലോ നെഗറ്റീവ് കൺസെപ്റ്റും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് പറയുന്ന പോസിറ്റീവ് കൺസെപ്റ്റും ആണ്. ഇനി ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ. ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. ഇത്രയും മനസ്സിലാക്കുക. ഈക്വാലിറ്റി ബിഫോർ ലോ നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്, അത് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് പറയുന്നത് പോസിറ്റീവ് കൺസെപ്റ്റ് ആണ്, അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സമത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സമത്വം അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി? എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തത്? അത് തന്നെ ഫ്രാൻസിൽ നിന്നാണ് അല്ലേ. ഫ്രാൻസിൽ നിന്നാണ് ഇക്വാലിറ്റി എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വാലിറ്റി എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്ന്. ഇക്വാലിറ്റി ബിഫോർ ലോ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എവിടെ നിന്നാണ്? അത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്ന ആശയം നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് കടമെടുത്തത് അല്ലേ. സ്വാതന്ത്ര്യം അതുപോലെ സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് കടമെടുത്തത്? ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ. അപ്പോൾ ഫ്രാൻസിൽ നിന്നാണ് ഇക്വാലിറ്റി എന്നുള്ള ആശയം കടമെടുത്തത്. എന്നാൽ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള ആശയം ബ്രിട്ടനിൽ നിന്നും, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്നുള്ള ആശയം എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തത് കടമെടുത്തത്. ഓക്കെ. അപ്പൊ ഇതില് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജ്. അതായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, ആർക്കും പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല, എല്ലാവരും ഒരുപോലെയാണ്. ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. ഓക്കെ. ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ആണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. റൂൾ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഇക്വാലിറ്റി ബിഫോർ ലോയിൽ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് അത് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് പറയുന്നത്, അതായത് ഈക്വാലിറ്റി ബിഫോർ ലോയിൽ നമുക്ക് എന്താണ് ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ആണ് വരുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി, അൺഈക്വൽസ് ഷുഡ് ബി ട്രീറ്റഡ് അൺഈക്വലി. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം ഒരു ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കുന്നെന്ന് വെക്കുക. നമുക്കിപ്പോൾ അംബാനി കൊടുക്കുന്നത് പോലെയും അദാനി കൊടുക്കുന്നത് പോലെയും ഇപ്പോൾ യൂസഫ് അലി കൊടുക്കുന്നത് പോലെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ടാക്സ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. അപ്പോൾ എന്താണ് അവർ കൊടുക്കുന്നത് പോലെ ബാക്കിയുള്ളവരും കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് എന്താ പറയുക, അതിനാണ് പറയുന്നത് ഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക്. ഓക്കെ. ഈക്വലി ആൻഡ് അൺഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് അൺഈക്വലി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്താണ് നടത്താവുന്നതാണ്. ആർട്ടിക്കിൾ 14 തത്വം ഇതാണ്. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതിൽ നമുക്ക് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമവാഴ്ച എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്? നിയമവാഴ്ച.
നിയമവാഴ്ച എന്നതാണ് റൂൾ ഓഫ് ലോ എന്നതിൻ്റെ അർത്ഥം. ഓക്കെ, നിയമവാഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്? നോ വൺ ഈസ് എബോവ് ദ ലോ. ഓക്കെ, നോ വൺ ഈസ് എബോവ് ദ ലോ ഓർ നോ വൺ ഈസ് ബയോണ്ട് ദ ലോ. ഓക്കെ, അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ചയാണ് എന്താണ്? നിയമമാണ് പരമപ്രധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ നിയമവാഴ്ച എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രയോക്താവ് എന്ന് പറയുന്നത് AV ഡയസി എന്ന് പറയുന്ന ഒരു എന്താണ് പ്രൊഫസർ AV ഡയസി, ഒരു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ തിങ്കറാണ് AV ഡയസി. AV ഡയസി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ തിങ്കറാണ് ഏത് നിയമവാഴ്ചയുടെ പ്രയോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്നുള്ള ഗ്രന്ഥം രചിച്ചതാരാണ്? റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഇന്ത്യയുടെ 9ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് റൂൾ ഓഫ് ലോ ആൻഡ് റോൾ ഓഫ് പോലീസ് എന്നുള്ള ഗ്രന്ഥം രചിച്ചത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 14ന്റെ പരിധിയിൽ വരാത്തത് ആരൊക്കെയാണ്? ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അബ്സല്യൂട്ട് അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് റൈറ്റ് അല്ല. എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റൈറ്റ് അല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരായിരിക്കും. ഓക്കെ, ആർക്കും പ്രത്യേക പരിഗണന നൽകില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14ന്റെ എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ അബ്സല്യൂട്ട് റൈറ്റ് അല്ല, ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുന്നത്? അബ്സല്യൂട്ട് അല്ല ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14ന്റെ പരിധിയിലുള്ള എക്സെപ്ഷൻസ് ആർക്കൊക്കെയാണ് നൽകുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എന്താണ് ആർട്ടിക്കിൾ 14ന്റെ പരിധിയിൽ നിന്ന് എക്സെപ്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും എന്തുണ്ട്? ഇന്ത്യയിലെ ഗവർണർമാർക്കും എന്താണ് എക്സംഷൻ നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 14ന്റെ പരിധിയിൽ നിന്ന് ഈ പ്രസിഡന്റ് അതുപോലെ തന്നെ ഗവർണർമാർ എന്നിവരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രസിഡന്റ്, ഗവർണർമാർ എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 361 അനുസരിച്ച് എന്ത് ചെയ്തു? ഇവരെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്സംഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, അതായത് പദവിയിലിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും രാഷ്ട്രപതിയെയോ അതുപോലെ തന്നെ ഗവർണർമാരെയോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു ക്രിമിനൽ കേസ് അവർക്കെതിരെ രജിസ്റ്റർ ചെയ്യാനോ അന്വേഷണം നടത്താനോ പാടില്ല. ഇന്ത്യയിലെ ഒരു കോടതിയിലും ഇവർ ആൻസറബിൾ അല്ല. ഇവര് ഉത്തരം പറയേണ്ടതായിട്ട് വരില്ല. അവരുടെ എന്താണ് പദവിയിലിരിക്കുന്ന സമയത്ത് അവർ മുമ്പ് ചെയ്ത കാര്യങ്ങളായാലും ശരി, അവര് പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്ത കാര്യങ്ങളായാലും ശരി, അതിൽ എന്താണ് ആൻസറബിൾ അല്ല. ഒരു ക്രിമിനൽ കേസും എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ പറ്റത്തില്ല. അപ്പോൾ അതൊരു എക്സംഷൻ ആണ്. നമ്മളൊക്കെ ആണെങ്കിലോ അപ്പൊ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും, എന്ത് ചെയ്യും. പക്ഷേ പ്രസിഡന്റ് ആണെങ്കിലോ ഗവർണർമാരായി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ കാണിക്കാം. അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ പ്രസിഡന്റ് ആണെങ്കിൽ ഇംപീച്ച് ചെയ്യും. ആർട്ടിക്കിൾ 61 അനുസരിച്ച് എന്ത് ചെയ്യും? ഇംപീച്ച് ചെയ്യും. ഗവർണർമാരാണെങ്കിൽ എന്ത് ചെയ്യും? അവരെ തിരിച്ചു വിളിക്കും. അല്ലെ, പാർലമെന്റിന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലെ. അതുപോലെ ഗവർണർമാരാണെങ്കിൽ എന്ത് ചെയ്യും? കേന്ദ്രം തിരിച്ചു വിളിക്കും. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യും? അവർക്കെതിരെ എന്ത് ചെയ്യാം? നടപടിയെടുക്കാം. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 14ന്റെ എക്സംഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എന്നാൽ അപ്പോൾ ക്രിമിനൽ കേസ് ഒന്നും ഒരു കാരണവശാലും പ്രസിഡന്റിനെതിരെയും ഗവർണർക്കെതിരെയും എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. എന്നാൽ സിവിൽ കേസ് എടുക്കാൻ പറ്റുമോ? പ്രസിഡന്റിനെതിരെയും അതുപോലെ തന്നെ ഗവർണേഴ്സിനെതിരെയും സിവിൽ കേസ് എടുക്കാം. അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഇപ്പൊ പ്രസിഡന്റ് പോയിട്ട് പ്രസിഡന്റ് അടുത്ത എന്താണ് അയൽക്കാരന്റെ മതിൽ പൊളിച്ചെന്നോ അല്ലെങ്കിൽ എന്താണ് സ്ഥലം കയ്യേറിയെന്നോ ഗവർണർമാർ അങ്ങനെ ചെയ്തെന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാം? സിവിൽ കേസ് എടുക്കാം. സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? 2 months അഡ്വാൻസ് നോട്ടീസ് എന്ത് ചെയ്യണം? ഇവർക്കെതിരെ കൊടുത്തിരിക്കണം. ഏത് കോടതിയിലും ഈ സിവിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ 2 മാസത്തെ അഡ്വാൻസ് നോട്ടീസ് പ്രസിഡന്റിനും സെക്രട്ടറിക്ക്, ഈ കാലാവധി പ്രസിഡന്റിനും ഗവർണർമാർക്കും അവർക്കെതിരെ ആർക്കെതിരെയാണോ ഇത് എന്ത് ചെയ്യുന്നത് സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? ഈ 2 മാസത്തെ അഡ്വാൻസ് നോട്ടീസ്, മുൻകൂർ നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിവിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ ആണെങ്കിൽ നേരെ കൊണ്ട് എന്ത് ചെയ്യും? ഫയൽ ചെയ്ത് ഇഞ്ചക്ഷൻ മേടിച്ചതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്?
സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുന്നത് അറിയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ നമ്മുടെ പ്രസിഡന്റിനെതിരെയും ഗവർണർക്കെതിരെയാണെങ്കിൽ എന്ത് ചെയ്യാൻ 2 മാസം മുൻകൂറായി നോട്ടീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ, സിവിൽ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് സംഭവം. എന്താണ് ആർട്ടിക്കിൾ 14 പരിധിയിൽ നിന്ന് ഇവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ ഫോറിൻ ഡിഗ്നിറ്ററീസ് അല്ലെ, ഫോറിൻ റൂളേഴ്സ്, വിദേശ ഭരണാധികാരികൾ, അതുപോലെ തന്നെ നയതന്ത്ര പ്രതിനിധികൾ അല്ലെ, അംബാസഡേഴ്സ്, ഹൈ കമ്മീഷണേഴ്സ്, വിദേശ നയതന്ത്ര പ്രതിനിധികൾ, UN റെപ്രസെന്റേറ്റീവ്സ്, ഇങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 പരിധിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ MP-മാര്, MLA-മാര്, ഇവരെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇവർക്കും പ്രത്യേകിച്ച് ചില എക്സംഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 14 പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അബ്സല്യൂട്ട് അല്ല, ചില എക്സെപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 361 അനുസരിച്ച് പ്രസിഡന്റിനെ, ഗവർണർമാരെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്യാനോ തടവിലാക്കാനോ ക്രിമിനൽ കേസ് എടുക്കാനോ പറ്റില്ല. പക്ഷേ അവർക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യാം. അതെന്താണ്, 2 മാസത്തെ അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിരിക്കണമെന്നാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഫോറിൻ റൂളേഴ്സ്, അതുപോലെ നയതന്ത്ര പ്രതിനിധികളൊക്കെ ആർട്ടിക്കിൾ 14 പരിധിയിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക ആർട്ടിക്കിൾ 14 പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയാണ്. അടുത്ത ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല. ഓക്കെ, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ പറയുന്ന ആ ഒരു പോയിന്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. മതമുണ്ട്, വർഗമുണ്ട്, ജാതിയുണ്ട്, ലിംഗമുണ്ട്, ജന്മസ്ഥലമുണ്ട്, ഇവയുടെ ഒന്നും അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് വിവേചനം പാടില്ലാത്തത്? ഒരു ഹോട്ടലിൽ പ്രവേശിക്കുന്നതിന്, ഒരു റെസ്റ്റോറൻറ്റിൽ പ്രവേശിക്കുന്നതിന്, ഒരു തിയേറ്ററിൽ പ്രവേശിക്കുന്നതിന്, ഇങ്ങനെയുള്ള പബ്ലിക് എന്റർടൈൻമെന്റിനുള്ള അല്ലെങ്കിൽ പബ്ലിക് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ നീ ഇന്ന മതത്തിലുള്ള ആളാണ്, ഇന്ന വർഗത്തിലുള്ള ആളാണ്, ഇന്ന ജാതിയിലുള്ള ആളാണ്, ഇന്ന സ്ത്രീയാണ്, പുരുഷനാണ്, ജന്മസ്ഥലം നിന്റെ നാട് ഇവിടെയല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ഹോട്ടലിൽ പ്രവേശിക്കുന്നതിനോ, ഒരു റെസ്റ്റോറൻറ്റിൽ പ്രവേശിക്കുന്നതിനോ, ഒരു തിയേറ്ററിൽ പ്രവേശിക്കുന്നതിനോ ഒന്നും നമുക്ക് തടയാൻ പറ്റില്ല. കാരണം അതെല്ലാം ഒരു പബ്ലിക് യൂസിന് വേണ്ടിയിട്ടാണ്, പബ്ലിക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്, ഉദ്ദേശിച്ചുകൊണ്ട് സ്ഥാപിച്ചതാണ്, ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ആ ഒരു സ്ഥലത്ത് മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ലിംഗത്തിന്റെയോ ജന്മസ്ഥലത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല എന്നാണ്, ഡിസ്ക്രിമിനേഷനോ ഡിസബിലിറ്റിയോ നടത്താൻ പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 15 എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പൂർണ്ണമായോ ഭാഗികമായോ സ്റ്റേറ്റ് ഫണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള റോഡുകള്, കുളങ്ങള്, കിണറുകള്, ഇവയിലൊന്നും തന്നെ ഈ മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും ലിംഗത്തിന്റെയും ജന്മസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോടും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് വിവേചനം കാണിക്കാൻ പാടില്ല, അതിൽ നിന്ന് അവരെ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതെല്ലാം ആർട്ടിക്കിൾ 15 എന്ത് ചെയ്യുന്നു, നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 15 എന്ത് ചെയ്യുന്നു, നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ത്രീക്കും പുരുഷനും അല്ലെ അബ്സല്യൂട്ട് ജെൻഡർ ഇക്വാലിറ്റി നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അബ്സല്യൂട്ട് ജെൻഡർ ഇക്വാലിറ്റി നൽകുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ 15 ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിന് വേണമെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രത്യേക നിയമനിർമ്മാണം നടത്താം. ആർട്ടിക്കിൾ 15 പറയുന്നത് ജാതിയുടെയും ലിംഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 അനുസരിച്ച് വുമൺ ആൻഡ് ചിൽഡ്രൻ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 അനുസരിച്ച് വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്താൻ സ്റ്റേറ്റിന് യാതൊരുവിധ തടസ്സവും ഇല്ല. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജെൻഡർ ഇക്വാലിറ്റി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ജെൻഡർ ഇക്വാലിറ്റി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 15 ആണ്. സ്ത്രീക്കും പുരുഷനും ഇക്വാലിറ്റി നൽകുന്ന ആർട്ടിക്കിൾ 15 ആണ്. എന്നാൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ എവിടെയാണ്? ആർട്ടിക്കിൾ 39 ക്ലോസ് ഡിയിലാണ്. അപ്പൊ ജെൻഡർ ഇക്വാലിറ്റി നൽകുന്നത് ആർട്ടിക്കിൾ 15 എന്നാൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്
നൽകുന്നത് ആർട്ടിക്കിൾ 39D ആണ്. അതെവിടെയാണ്? DPSPയിലാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്താൻ സ്റ്റേറ്റിന് അനുവാദം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്താം. അതുപോലെ തന്നെ എഡ്യൂക്കേഷണലി ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് പീപ്പിൾ, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്രത്യേക നിയമനിർമ്മാണം നടത്താം. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയമനിർമ്മാണം നടത്താം. ഇങ്ങനെയൊക്കെ പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2019 103ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയായിട്ട് 103ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയായിട്ട് ആർട്ടിക്കിൾ 15 ക്ലോസ് 6 ആഡ് ചെയ്തു. എന്നിട്ട് ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നു. എന്താണ്? എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് പറയുന്ന എന്ത് കൊണ്ടുവന്നു? 10% റിസർവേഷൻ കൊണ്ടുവന്നു. എവിടെയാണ്? എഡ്യൂക്കേഷൻ അഡ്മിഷൻസിലാണ്. അഡ്മിഷൻസിൽ അല്ലെ, കോളേജിലൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 10% റിസർവേഷൻ കൊണ്ടുവന്നു. 10% സീലിംഗ് കൊണ്ടുവന്നു. സ്റ്റേറ്റ് ക്യാൻ മേക്ക് എനി സ്പെഷ്യൽ, ഇങ്ങനെയാണ് പറഞ്ഞത്, സ്റ്റേറ്റ് ക്യാൻ മേക്ക് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് EWS. എന്താണ്? എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അല്ലെ, സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? EWS ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 10% കൂടാതെ ഒരു സീലിംഗും കൂടെ കൊണ്ടുവന്നു. നോട്ട് മോർ ദാൻ 10% ഇൻ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് റിസർവേഷൻ. ഇപ്പോൾ നിലനിൽക്കുന്ന 50% സീലിംഗിന് ഉപരിയായിട്ട് 10% കൂടെ എന്ത് ചെയ്തു? അനുവദിച്ചു. 10% വരെ എന്ത് ചെയ്യാം? സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യാം. ഇത് റിസർവേഷൻ നൽകുന്നില്ല, ബട്ട് എന്താണ് നൽകാൻ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം? നിയമം നിർമ്മിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? 10% വരെ സീലിംഗ് വെച്ചിട്ട് അഡ്മിഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെ, എക്സെപ്റ്റ് മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ അല്ലെ. അപ്പൊ 10% കൂടാത്ത റിസർവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് നിയമം നിർമ്മിക്കാം. എവിടെ? എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ട്. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്? എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെപ്റ്റ് ഏതാണ്? മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ഏത് ആർട്ടിക്കിളാണ് ആഡ് ചെയ്തത്? 15 ക്ലോസ് 6 അല്ലെ, 15 ക്ലോസ് 6 ആഡ് ചെയ്തു. ഏത് അമെൻമെന്റ്? 103ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷം? 2019. അങ്ങനെയാണ് എന്ത് ചെയ്തു? എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്താണ്? ആർട്ടിക്കിൾ 16 ആണ്. എന്താണ്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പൊതു ഉദ്യോഗങ്ങളിൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ഏത് ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. എവിടെ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല? മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ലിംഗത്തിന്റെയോ പിന്തുടർച്ചയുടെയോ അതുപോലെ ജന്മസ്ഥലത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരിൽ ഒരാളോടും എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം പാടില്ല. എന്തിനാണ് നമ്മുടെ എന്താണ് പൊതു നിയമനങ്ങളിൽ അല്ലെ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ഓക്കെ, അതില് പൊതു നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും ലിംഗത്തിന്റെയും എന്താണ് പിന്തുടർച്ചയുടെയും ജന്മസ്ഥലത്തിന്റെയും വാസസ്ഥലത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ സ്ഥലത്താണെങ്കിൽ എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 2 വാക്കുകളൂടെ വന്നു. ഏതാണ്? പിന്തുടർച്ചയും വാസസ്ഥലവും. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തരുമ്പോഴൊക്കെ ഇത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? തരുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നത് 5 വാക്കുകളാണ്. ഏതൊക്കെയാണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം. ഇപ്പോഴാണെങ്കിലോ 2 വാക്കുകളിലൂടെ വന്നു. ഏതാണ്? പിന്തുടർച്ച, അതുപോലെ തന്നെ വാസസ്ഥലം, പ്ലേസ് ഓഫ് റെസിഡൻസും ഡിസെന്റും അല്ലെ. ഇങ്ങനെ 2 വേർഡ്സ് കൂടെ വന്നു. ഓക്കെ അങ്ങനെ ഈ ഇതിൽ പറയുന്ന മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനം പാടില്ല. എന്തിലാണ്? പൊതു നിയമനങ്ങളിൽ. ഓക്കെ, അപ്പോ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പറയുന്നത്. ഇവിടെയും എന്ത് ചെയ്യാം? ഇവിടെയും
എന്തുണ്ട് എക്സംഷൻസ് ഉണ്ട്, എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ട് അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ്സസിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റിസർവേഷൻസ് കൊടുക്കാമെന്ന് ഇവിടെ പറയുന്നു. സ്റ്റേറ്റിന് വേണമെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന റിസർവേഷന്റെ ഒക്കെ പ്രൊവിഷൻസ് എന്ത് ചെയ്തു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 103 ഭരണഘടനാ ഭേദഗതി വഴിയായിട്ട് 2019 എന്ത് ചെയ്തു ക്ലോസ് 16 ആർട്ടിക്കിൾ 16 ക്ലോസ് 6 ആഡ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് എന്ത് ചെയ്യാം 10% വരെ റിസർവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, നിയമം നിർമ്മിക്കാം. 10% സീലിംഗ് ആണ്. 10% വരെയുള്ള റിസർവേഷൻ കൊടുക്കാൻ സ്റ്റേറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിയമം നിർമ്മിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആർട്ടിക്കിൾ 16 ക്ലോസ് 6 എന്ത് ചെയ്തു, ആഡ് ചെയ്തു 103 ഭരണഘടനാ ഭേദഗതി 2019. ഓക്കെ, അപ്പൊ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് റിസർവേഷൻ പല സ്റ്റേറ്റുകളും എന്ത് ചെയ്യുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് അല്ലെ എന്ത് ചെയ്യുന്നു റിസർവേഷൻ നൽകുന്നത്. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 16 ഘടന എന്ന് പറയുന്നത് അല്ലെ. ആർട്ടിക്കിൾ 16 അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷനാണ് സച്ചാർ കമ്മിറ്റി. 2005 സച്ചാർ കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, നിയമിക്കുന്നത് അല്ലെ. സച്ചാർ കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് എന്താണ്, മറന്നുപോരുത്, ഇംഗ്ലീഷില് സ്പെല്ലിംഗ് കറക്ഷൻ ഒക്കെ ചോദിക്കുന്നതാണ് കമ്മിറ്റി അല്ലെ. ഓക്കെ, ദെൻ 2005 സച്ചാർ കമ്മിറ്റിയാണ് എന്ത് ചെയ്തു, സച്ചാർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ത്യയിലെ മുസ്ലിം വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്. ഈ കമ്മിറ്റിയാണ് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ എന്താണ് 103 ഭരണഘടനാ ഭേദഗതി വഴിയായിട്ടാണ് EWS റിസർവേഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ വന്നത്. ഈ അമെൻമെന്റ് വന്നത് 2019 ജാനുവരി 14 ഈ 2019 103 ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 എന്താണ്, അയിത്തം നിരോധിക്കുന്നു, അയിത്ത നിർമാർജനം അല്ലെ, അൺടച്ചബിലിറ്റി നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്, 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ നിയമമാണ് ഏത്, ആർട്ടിക്കിൾ ആണ് 17. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് തൊട്ടുകൂടായ്മ നിരോധന നിയമം അല്ലെ. തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം അനുസരിച്ചാണ്, അൺടച്ചബിലിറ്റി ഒഫൻസേഴ്സ് ആക്ട് അനുസരിച്ചാണ്. ഈ അൺടച്ചബിലിറ്റി ഒഫൻസേഴ്സ് ആക്ടിന് 1976 ഭേദഗതി ചെയ്തിട്ട് അതിന്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം എന്നാക്കി മാറ്റി. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാക്കി മാറ്റി. 1976 അമെൻഡ് ചെയ്തിട്ട് അതിന്റെ പേര് ഇപ്പോഴും എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് തന്നെയാണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം എന്താണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. ഇതനുസരിച്ച് എന്താണ് ഈ കുറ്റമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷ ലഭിക്കുന്നവർക്ക് പിന്നെ ഇലക്ഷനിൽ പോലും മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല. അത്തരത്തിലുള്ള ആർട്ടിക്കിളാണ് ഏത്, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 18 എന്താണ് പ്രതിപാദിക്കുന്നത്, പദവിനാമങ്ങൾ നിർത്തലാക്കുന്നു. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്, എല്ലാ പദവിനാമങ്ങളും നിർത്തലാക്കുന്നു എക്സെപ്റ്റ്. അപ്പൊ ഈ 2 വാക്ക് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എക്സെപ്റ്റ് അക്കാഡമിക് ഓർ മിലിറ്ററി, അക്കാഡമിക്കും അതുപോലെ സൈനികവുമായിട്ടുള്ള പദവികൾ പോയിട്ട് വേറെ ഒരു പദവികളും കൊടുക്കാൻ പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് ആർട്ടിക്കിൾ 18 പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ ആർട്ടിക്കിൾ 18 പരിധിയിൽ വരുന്നതല്ലേ ഈ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും അല്ലെ. അപ്പൊ ഇതേ ഒരു കോൺട്രവേഴ്സി 1977-80 കാലഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്ന് കുറച്ചു കാലത്തേക്ക് ഇത് സസ്പെൻഡ് ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത്. എന്നാലും പിന്നെ വീണ്ടും 1980 എന്ത് ചെയ്തു, അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തു ഈ അവാർഡുകളൊക്കെ. എന്നിട്ട് കോടതി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർട്ടിക്കിൾ 18 പദവിയിൽ വരില്ല, കാരണം ആർട്ടിക്കിൾ 18 പരിധിയിൽ വരില്ല, കാരണം ഇത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന സേവനത്തിനുള്ള റെക്കഗ്നിഷൻ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വ്യക്തമാക്കി. പിന്നീട് എന്ത് ചെയ്തു, പിന്നീട് അത് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പത്മശ്രീയും പത്മവിഭൂഷണും ഭാരതരത്നയൊന്നും ഈ ആർട്ടിക്കിൾ 18 പരിധിയിൽ വരില്ല. പക്ഷെ ഒരു കാര്യം, ഇതിനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇവയൊന്നും ഒരു നമ്മുടെ പ്രിഫിക്സ് ആയോ, നമ്മുടെ പേരിന് മുന്നിൽ പ്രിഫിക്സ് ആയോ സഫിക്സ് ആയോ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലേ? പേരിന് മുന്നിലും ഇപ്പോൾ നമ്മളിപ്പം ഭരത്
പത്മശ്രീ എന്നൊക്കെ ചേർത്തിട്ട് ആൾക്കാരുടെ പേര് പറയില്ലേ. യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റദ്ദാക്കണമെന്നാണ് എന്താണ് നിയമത്തിൽ പറയുന്നത്, നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ എങ്കിലും ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അപ്പം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ പദവിനാമങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലാതെ ഇപ്പോൾ ബഹദൂർ ഒന്നും അതുപോലെ തന്നെ ജന്മി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതുപോലെ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ സർ പദവി അങ്ങനെയൊക്കെ സ്വീകരിക്കുന്നതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പദവിനാമങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 18 അനുസരിച്ച് നമ്മുടെ ഒരു പൗരനും നമ്മുടെ ഇവിടെ ഉള്ള ആരും തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യാതൊരുവിധ പദവിയോ അല്ലെങ്കിൽ ഇമോലുമെന്റ്സോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 18 അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരനും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പദവിയും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല വിത്തൗട്ട് ദ കൺസെന്റ് ഫ്രം അപ്രൂവൽ ഫ്രം ആരുടെയാണ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുവാദമില്ലാതെ, കൺസെന്റ് ഇല്ലാതെ യാതൊരു ഒരു വിദേശ പദവിയും എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനല്ല ഒരു വിദേശിയാണെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പദവി വഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, പ്രസിഡന്റിന്റെ അനുവാദം വാങ്ങിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് ഇത്രയും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ തുടക്കം മുതൽ എന്താണ് ആർട്ടിക്കിൾ 18 വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആവർത്തിച്ച് പഠിക്കുക. ആവർത്തിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള അടങ്ങാത്ത, നമ്മൾ എന്താണ് ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. കാരണം നിങ്ങൾ ഇന്ന് എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ആ ജോലിയിൽ നിന്നുള്ള സെക്യൂരിറ്റിയും ആ ജോലിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു റെക്കഗ്നിഷനും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന് എത്ര കഷ്ടപ്പെട്ടാലും അത് അധികമാകില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്തു, പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഗീവ് അപ്പ് ചെയ്യരുത്. ഒരു കാരണവശാലും ഗീവ് അപ്പ് ചെയ്യുന്നവർക്കുള്ളതല്ല വിജയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ദരിദ്രരായാണ് ജനിച്ചതെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല. പക്ഷെ നിങ്ങൾ ദരിദ്രരായാണ് മരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കാലമുള്ള നമ്മുടെ കംഫർട്ട് സോണൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. കംഫർട്ട് സോൺ മീൻസ് നമുക്ക് രാവിലെ എണീച്ച് പഠിക്കണം, രാത്രി കുറച്ച് ലേറ്റായി വരെ പഠിക്കേണ്ടി വരും. നമ്മൾ മറ്റുള്ള ആഘോഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ഉദ്യോഗം നേടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യാം, ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, കഴിവെന്ന് പറയുന്നത് എല്ലാവർക്കും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ആ കഴിവിനുള്ളിൽ നിന്ന് പറയല്ലേ, പല ആൾക്കാർക്ക് ഇൻബോൺ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് മെയ്ഡ് ആണെന്നൊക്കെ പറയില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങൾ വിചാരിച്ചാൽ ഒരൊറ്റ തീരുമാനം മതി നിങ്ങളുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യാൻ, മാറ്റിയെടുക്കാനെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യാതൊരു എക്സ്ക്യൂസ് പറയാം, നമുക്ക് കംപ്ലൈൻസ് പറയാം. കംപ്ലൈന്റ് പറയാനാണെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 100 എവിഡൻസ് എന്ത് ചെയ്യും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും. പക്ഷെ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുമ്പോഴാണ്, ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിജയത്തിലെത്തുന്നത്. നിരന്തരം പരിശ്രമിച്ചിട്ടുള്ള ആരും ഇന്ന് എന്ത് ചെയ്തിട്ടില്ല, വിജയിക്കാതെ പോയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റിവിറ്റിക്ക് കാതോർക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ പ്രവർത്തനവും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പോവുക. നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ ഒരു എനർജി, ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു തത്വം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴും പുരോഗതിയിലേക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ, രക്ഷപ്പെടണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, രക്ഷപ്പെടും, ഉറപ്പായിട്ട് രക്ഷപ്പെടും. അപ്പം അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണോ, നിങ്ങൾ നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണോ, അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ എന്ത് ചെയ്യും, ഗൂഢാലോചന ചെയ്യുമെന്നാണ് പറയുന്നത്, അല്ലേ? ഇഫ് യു റിയലി വാണ്ട് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കോൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ് എന്നാണ് പറയുന്നത്, ആൽക്കെമിസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, തൃപ്തരാകരുത്. ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അങ്ങനെയല്ല. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലക്ഷ്യം വെക്കേണ്ടത്. എയിമിംഗ് ലോ ഈസ് എ ക്രൈം, അല്ലെ? നമ്മുടെ മഹാനായ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ പറഞ്ഞ വാക്കാണ്. എയിമിംഗ് ലോ ഈസ് എ ക്രൈമാണ്. നിങ്ങൾ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഏറ്റവും ചെറിയ സംഭവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരു വലിയൊരു കുറ്റമാണ്, ഒരു ക്രൈമാണ്, ക്രിമിനൽ കുറ്റമാണ് അത്. അപ്പം അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ലൈഫിനൊരു അർത്ഥമുണ്ടാകണം.
നമ്മുടെ ലൈഫിനൊരു അർത്ഥമുണ്ടാകണം. നമുക്ക് ചുറ്റും നിന്ന് പലരും പറയും നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് 24 മണിക്കൂറും നമ്മളെ നോക്കി മറ്റുള്ളവർ പറഞ്ഞാലും അങ്ങനെ പറയണമെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലേ. ഒരു നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നില്ലേ, എന്താണ് ഇൻസൾട്ടാണ് മുരളി, എന്താണ് ഇൻസൾട്ടാണ് മുരളി, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നില്ലേ അതാണ്. അങ്ങനെ എല്ലാവരും പറയണം, ആൾക്കാരെ കൊണ്ട് പറയിക്കണം. മനസ്സിലായില്ല? ആൾക്കാരെ കൊണ്ട് പറയിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റൂ. ആൾക്കാർ പറയുമ്പോൾ ഇന്നയാൾ അങ്ങനെ പറഞ്ഞു, ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു, ഇന്നയാൾ അടുത്തയാൾ ഇങ്ങനെ പറഞ്ഞു, എന്നാലും അവർക്കത് പറയാൻ കൊള്ളാമോ എന്ന് പറഞ്ഞിട്ട് അവരോ അതിനെ ആലോചിച്ച് പരിതപിച്ചിരിക്കുകയോ അവരോട് ശത്രുത ഉണ്ടാകുകയോ ഒന്നും എന്ത് ചെയ്യില്ല, പാടില്ല. നമ്മളെ ഇന്നയാൾ ഇന്നത് പറയുമെന്ന് വെച്ചിട്ട് ഭയപ്പെടാനും പാടില്ല, ഭയവും പാടില്ല, വെറുപ്പും പാടില്ല. ഇത് രണ്ടുമില്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. മനുഷ്യനെ പിന്നോട്ടടിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയവും വെറുപ്പുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 2 വസ്തുതകളും നമുക്കില്ല എങ്കിൽ, നമ്മൾ ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരുടെ തടവറയിലല്ലാതെ നമ്മുടേതായിട്ടുള്ള എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് വേണം. മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, ത്യജിക്കരുത്. നമ്മൾ വർക്ക് ചെയ്യണം. മനസ്സിനെ എന്ത് ചെയ്യുക, അതിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഈ വരുന്ന വർഷം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നോട്ടിഫിക്കേഷൻ്റെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹവും നിങ്ങൾക്ക് സ്വപ്നവും നിങ്ങൾക്ക് അതിൽ ഇച്ഛാശക്തിയും വിൽ പവറും ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്ന, ജീവിതത്തിൽ 15ഉം 17ഉം 18ഉം വർഷം പഠിച്ചു നേടിയ ഡിഗ്രി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് പലർക്കും ഒരു ഭാരമായി മാറിയിട്ടില്ലേ? പക്ഷേ നേരെ മറിച്ച് ഒരു വർഷം നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം എന്താണ് മുഴുവനും നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഉദ്യോഗമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ആ ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടാലും അതൊന്നും കൂടുതലാകില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. കോച്ചിങ്ങിനൊക്കെ നിങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് മൂഡിനനുസരിച്ച് നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. അതിന് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈൻ കോഴ്സുകളിലേക്ക് ചേരാം. ഇപ്പോൾ ടാലൻറ്റ് അക്കാഡമിയുടെയും ഓൺലൈൻ ക്ലാസ്സുകൾ, എല്ലാ ഇതിനും ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും നമ്മുടെ നെയ്യാർ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചാനലിലൂടെയും നമുക്ക് ആവശ്യത്തിലധികം ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ എന്ത് ചെയ്യുക, മേടിച്ച് പഠിക്കുക. നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ എന്ത് ചെയ്യുക, മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കണം. അത് ഓഫ്ലൈനിൽ പോയാലും ഓൺലൈനിൽ പഠിച്ചാലും വീട്ടിലിരുന്ന് പഠിച്ചാലും നിങ്ങൾ മസ്റ്റാണ് റാങ്ക് ഫയൽ എന്ത് ചെയ്യുക, വാങ്ങി വെച്ച് പഠിക്കുക. പല ആൾക്കാരും നമ്മുടെ റാങ്ക് ഫയൽ പല ആൾക്കാരും റാങ്ക് ഫയൽ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, SCRT പഠിച്ചാലേ പറ്റും, അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. കാരണം SCRTയിലുള്ള കണ്ടന്റ്സ് എല്ലാം അരിച്ച് പെറുക്കി അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. SCRT വായിക്കാൻ പോയി കഴിഞ്ഞാൽ കഥ വായിച്ച് നിങ്ങളുടെ സമയം കുറേ പോവും. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് റാങ്ക് ഫയൽ നന്നായിട്ട് പഠിക്കുക. കോച്ചിങ്ങിന് പോകാൻ പറ്റുമെങ്കിൽ കോച്ചിങ്ങിന് പോവുക. നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ആണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യുക. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വർഷം ബാക്കി എല്ലാ പരിപാടിയും നിർത്തി വെച്ചിട്ട് ഈ ഒരു വർഷം ഇതിനു വേണ്ടി ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. ഈ 2023-24 എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്നും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, ഒരു നിമിഷം പോലും പാഴാക്കരുത്. ഇപ്പം തന്നെ പാവപ്പെട്ടവൻ്റെ IAS എന്ന് പറയുന്ന LD ക്ലർക്ക് മുതൽ യഥാർത്ഥ IAS വരെ നേടാനുള്ള ഒരു അവസരമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്നത്. LDC മുതൽ നമ്മുടെ KASന്റെ നോട്ടിഫിക്കേഷൻ വരെ വരാൻ പോവുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ല നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. നമുക്ക് ഏത് ജോലിയാണോ നമുക്ക് ആഗ്രഹം അതിനനുസരിച്ച് അന്ന് മുതൽ തീരുമാനമെടുത്താൽ അന്ന് മുതൽ എപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും ശരി, എപ്പോൾ പരീക്ഷ നടന്നാലും ശരി, അതുവരെ നമ്മൾ ഒരു ദിവസം കൂടുതൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കരുത്, പഠിച്ചു തുടങ്ങുക, മറക്കരുത്. നിങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്ക് നിങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, മറ്റാരോടുമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് ഓരോ ദിവസവും എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, ബെറ്റർമെന്റ് വരുത്തിക്കൊണ്ടിരിക്കണം, മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ പഠനവും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം.
എന്നിട്ട് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് സമയം അന്നത്തെ ദിവസത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിനിയോഗിക്കുക. എത്ര സമയം നമ്മളിന്ന് പഠിച്ചു, എത്ര സമയം പഠിച്ചില്ല, നമ്മളിന്ന് എന്തൊക്കെ ചെയ്തു, നമ്മളിന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്യൂച്ചറിന് അത് ഗുണകരമാണോ, എന്തൊക്കെ ഒഴിവാക്കാമായിരുന്നു, അനാവശ്യമായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിനെ റിവ്യൂ ചെയ്യണം. എന്നിട്ട് അടുത്ത ദിവസം ഇന്ന് നമ്മൾ വരുത്തിയ തെറ്റെന്ത് ചെയ്യരുത്, ആവർത്തിക്കരുത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 21 ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. 21 ദിവസം ചെയ്യാൻ പാടാണ്, പക്ഷെ 21 ദിവസം ചെയ്താൽ നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാറും. നിങ്ങളുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യും, വളരെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക, നല്ലൊരു ലൈഫ് കെട്ടിപ്പടുക്കുവാനുള്ള, കരിയർ കെട്ടിപ്പടുക്കുവാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.